ബംഗ്ലാദേശിൽ നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പൊതു തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വൻ ഭൂരിപക്ഷം ഉറപ്പിച്ചതോടെ മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകൻ താരിഖ് സിയ റഹ്മാൻ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ്. പതിറ്റാണ്ടുകളായി ബംഗ്ലാദേശ് രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന സിയ കുടുംബത്തിന്റെ പുതിയ മുഖമാണ് 60-കാരനായ താരിഖ് റഹ്മാൻ. പ്രവചനങ്ങളെല്ലാം മറികടന്ന വമ്പൻ വിജയമാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത്. 300 അംഗ പാർലമെന്റിൽ 200-ലേറെ സീറ്റുകളിൽ BNP വിജയം നേടി. ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായില്ല. ബംഗ്ലാദേശിൽ 3.5 പതിറ്റാണ്ടിനിടെ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി ഭരണം കൈയാളിയത് 2 വനിതകളായിരുന്നു. അത് ചരിത്രവുമായിരുന്നു. BNPയുടെ ഖാലിദ സിയയും അവാമി ലീഗിന്റെ ഷെയ്ഖ് ഹസീനയും. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ എപ്പോഴോ അധികാരത്തിന്റെ വഴികളിലെത്തിയ ഇവരെ പോരാടുന്ന ബീവിമാരെന്നാണ് അന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. 1980-കളിൽ ഇവർ പരസ്പരം തുടങ്ങിയ പോരാട്ടത്തിന്റെ കൂടി ചരിത്രമാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയമെന്ന് നമുക്ക് പറയേണ്ടി വരും. ആ രാഷ്ട്രീയ പോരിനൊടുവിൽ ഖാലിദ സിയ 2018-ൽ ജയിലിലായി. 2025 ഡിസംബർ 30-ന് അവർ മരണപ്പെടുകയും ചെയ്തു. ഹസീനയുടെ വഴിയും മറ്റൊന്നായിരുന്നില്ല. രാഷ്ട്രീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഹസീന അധികാരഭ്രഷ്ടയായി രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെട്ടു. തുടർന്ന് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ മറ്റൊരു തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുക്കിയപ്പോൾ ജനഹിതം ഖാലിദ സിയയുടെ രാഷ്ട്രീയ പക്ഷത്തിനൊപ്പമാണ് നിന്നത്. മകൻ താരിഖ് റഹ്മാനാണ് അധികാരയോഗം കിട്ടിയിരിക്കുന്നത്. താരിഖ് റഹ്മാൻ കടന്നുവന്ന രാഷ്ട്രീയ വഴികൾ എന്താണ്? അദ്ദേഹത്തെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. മാതാപിതാക്കളായ സിയാവുർ റഹ്മാനും ഖാലിദ സിയയും ബംഗ്ലാദേശിന്റെ ഭരണാധികാരികൾ ആയിരുന്നുവെങ്കിലും താരിഖ് റഹ്മാന്റെ രാഷ്ട്രീയ യാത്ര ഒട്ടും സുഗമമായിരുന്നില്ല. കുടുംബവാഴ്ച, അഴിമതി ആരോപണങ്ങൾ, വർഷങ്ങൾ നീണ്ട പ്രവാസം, പിതാവിന്റെ വധം തുടങ്ങി വലിയ പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. അമ്മയ്ക്കൊപ്പം എന്നും അധികാരത്തിന്റെ വഴികളിൽ കരുത്തനായി താരിഖ് റഹ്മാൻ ഉണ്ടായിരുന്നു. ഖാലിദ സിയ പ്രധാനമന്ത്രിയായ കാലത്ത് പാർട്ടിയിലെയും ഭരണത്തിലെയും ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി താരിഖ് മാറി. പക്ഷേ പിന്നീട് അങ്ങോട്ട് വെല്ലുവിളികളുടെ കാലമായിരുന്നു. ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നതോടെ അഴിമതി കേസുകളിൽ താരിഖ് പ്രതിയായി. ചിലതിൽ ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ മാതൃരാജ്യം വിട്ടു പോകേണ്ടിയും വന്നു. 2008 മുതൽ ലണ്ടനിലിരുന്നാണ് പാർട്ടിയെ നയിച്ചത്. നീണ്ട 17 വർഷക്കാലം പ്രവാസ ജീവിതം. 2024-ൽ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായി രാജ്യം വിട്ടോടിയതോടെയാണ് താരിഖ് റഹ്മാനെതിരെയുള്ള ക്രിമിനൽ കേസുകൾ റദ്ദാക്കപ്പെട്ടത്. അങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ ബംഗ്ലാദേശിൽ അദ്ദേഹം മടങ്ങിയെത്തി. ഖാലിദ സിയയുടെ മരണത്തോടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായി താരിഖ് ചുമതലയേറ്റു. ലക്ഷ്യം പ്രധാനമന്ത്രി പദം തന്നെയായിരുന്നു. ആ അധികാര കസേര ഇപ്പോൾ താരിഖ് റഹ്മാൻ നേടിയിരിക്കുകയാണ്. എന്നാൽ മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. അഴിമതിക്കാരനെന്ന പഴയ പ്രതിച്ഛായ മാറ്റണം. രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. കടുത്ത സാമ്പത്തിക വെല്ലുവിളികളെ മറികടക്കണം. 17 കോടി വരുന്ന ബംഗ്ലാദേശ് ജനതയുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യണം. നന്മയുള്ള രാഷ്ട്രീയത്തിന്റെ പുതിയ യുഗം വാഗ്ദാനം ചെയ്താണ് താരിഖ് റഹ്മാൻ അധികാരമേറുന്നത്. എന്നാൽ അധികാര കസേരയിലേക്ക് എത്തുമ്പോൾ മുന്നിലുള്ളത് കനത്ത വെല്ലുവിളികൾ തന്നെയാണ്. അതീവ ഗുരുതര അവസ്ഥയിലാണ് ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ. നാണയപ്പെരുപ്പം 9%-നടുത്താണ്. വിദേശ നാണ്യശേഖരം കുറവാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് യൂനിസിന്റെ ഇടക്കാല സർക്കാർ ഒപ്പിട്ട US ബംഗ്ലാദേശ് വ്യാപാര കരാർ ഒരു തലവേദനയായി തന്നെ അവിടെ നിൽപ്പുണ്ട്. രാജ്യത്തിന്റെ വ്യാവസായിക, കാർഷിക, ക്ഷീരോത്പാദന മേഖലകൾ അമേരിക്കൻ കുത്തകകൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇത് ബംഗ്ലാദേശിലെ ഭക്ഷ്യസുരക്ഷയും ഗ്രാമീണ ഉപജീവനവും ഇതിലൂടെ അപകടത്തിലാകുമെന്നാണ് പ്രധാന നിരീക്ഷണങ്ങളും. എന്തായാലും വ്യാപാര കരാർ പുനഃപരിശോധിക്കാൻ പുതിയ പ്രധാനമന്ത്രി നിർബന്ധിതം ആയേക്കാം. തീവ്രവാദ സംഘടനകൾ രാജ്യത്ത് കൂടുതൽ ശക്തിപ്പെട്ടതും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും ഇതിൽ ഇന്ത്യക്കുള്ള അതൃപ്തിയുമെല്ലാം പുകയുന്ന വിഷയങ്ങൾ തന്നെയാണ്. ബംഗാൾ ഉൾക്കടലിലെ മേധാവിത്വത്തിന് വേണ്ടി വൻ ശക്തികളുടെ കടിപിടി, റോഹിംഗ്യ പ്രശ്നം തുടങ്ങി പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. ഏറ്റവും വലിയ വെല്ലുവിളി അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയ ജൂലൈ നാഷണൽ ചാർട്ടർ തന്നെയാണ്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ മുന്നോട്ട് വെച്ച ഈ ചാർട്ടർ രാജ്യത്ത് വീണ്ടും ഒരു ഏകാധിപത്യ ഭരണം വരാതിരിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. ഈ പുതിയ നിയമങ്ങൾ പ്രകാരം പ്രധാനമന്ത്രിക്ക് ഏറെ നിയന്ത്രണങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. ഒപ്പം ലോകത്തെ 3 വലിയ രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ പ്രധാന വേദിയായി കൂടി ധാക്ക മാറിയതിന്റെ പ്രത്യാഘാതങ്ങളും പിന്നാലെ വരാനുള്ള സാധ്യതകളുമുണ്ട്. BNP അധികാരത്തിലെത്തുന്നത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നതും മറ്റൊരു കാര്യം.
ഇന്ത്യയുടെ താൽപര്യങ്ങളെ മാനിക്കുമെന്ന് താരിഖ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇന്ത്യയുമായുള്ള ബന്ധവും വ്യാപാരവും അത്യന്താപേക്ഷിതമാണെന്ന ബോധ്യം താരിഖിനുണ്ട് എന്നാണ് വിലയിരുത്തൽ. താരിഖ് സ്വീകരിക്കുന്ന പാക് ചൈന നയങ്ങൾ എപ്രകാരമെന്ന് ഇന്ത്യ ഉറ്റുനോക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത. ഹസീനയെ പോലെ ഇന്ത്യയുമായി യോജിച്ചു പോകാൻ ഇടയുണ്ട് എന്നും നിരീക്ഷണങ്ങളുണ്ട്. ഖാലിദാസിയയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ജയശങ്കർ ധാക്ക സന്ദർശിച്ചതും മോദി താരിഖിനെ അഭിനന്ദിച്ചതും അതോടുകൂടി തന്നെ നമുക്ക് കൂട്ടി വായിക്കാവുന്നതുമാണ്. മോദിയുടെ നല്ല വാക്കുകളെ BNP നേതാവും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഏകോപന സമിതി അധ്യക്ഷനുമായിരുന്ന നസ്രുൽ ഇസ്ലാം ഖാൻ സ്വാഗതം ചെയ്തു. നേരത്തെ താരിഖ് ഇന്ത്യയെ അനിവാര്യമായ അയൽരാജ്യമെന്നാണ് വിശേഷിപ്പിച്ചത്. സാമ്പത്തിക സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയുമായി ഏറ്റവും നല്ല ബന്ധം ആവശ്യമാണ്. എന്നാൽ പഴയ കരാറുകളിലെ അസന്തുലിത അവസ്ഥകൾ പരിഹരിക്കപ്പെടണമെന്നും ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള സന്തുലിത ബന്ധമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണമെന്ന ആവശ്യം ബംഗ്ലാദേശ് സർക്കാരിന്റെ മേൽ വലിയ സമ്മർദ്ദമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. താരിഖിന് ജനതാൽപര്യം അധികനാൾ അവഗണിക്കാനും ആകില്ല. ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ബംഗ്ലാദേശ് സർക്കാരുമായി എന്ത് ഒത്തുതീർപ്പാണ് സാധ്യമാവുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.